സർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളമാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇത് ഇപ്പോൾ പറയാൻ കാരണം കൊച്ചിയിലെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ഷിയാസുമായി സാറ് നേരത്തെ ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ പലരും ചോർത്തിയെടുത്തിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിനെതിരെ വലിയ വലിയ ആക്രമണങ്ങൾ നടന്നത്. അതിനു മുമ്പായിക്കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കും മുമ്പ് ഇന്നത്തെ പത്രവാർത്തയുടെ പ്രസക്തമായിട്ടുള്ള ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. പപ്പടം പോലെ പൊടിക്കും, അതാണ് വാർത്തയുടെ തലക്കെട്ട്. മുഹമ്മദ് ഷിയാസിന്റെ ഫോൺ സംഭാഷണം വിവാദത്തിൽ. കൊച്ചി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് നടത്തിയ ഫോൺ സംഭാഷണം വിവാദമാകുന്നു. സ്വകാര്യ യൂട്യൂബ് ചാനലിലാണ് മുഹമ്മദ് ഷിയാസിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത്. എതിർ സ്ഥാനാർത്ഥിയായ KJ മാക്സിയെക്കുറിച്ച് മുഹമ്മദ് ഷിയാസ് പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായിരിക്കുന്നത്. മാക്സിയെ പപ്പടം പോലെ പൊടിക്കുമെന്ന് സംഭാഷണത്തിലുള്ളത്. മാക്സിയെ ഒരു സ്ഥാനാർത്ഥിയല്ലെന്നും ആണുങ്ങളോട് മാക്സി ഇതുവരെ ഏറ്റുമുട്ടിയില്ലെന്നുമാണ് സംഭാഷണത്തിലുള്ളത്. സംഭവം വിവാദമായതോടെ വിവാദ പരാമർശങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്നും എഡിറ്റ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയാണ് ചെയ്തത്. ഷിയാസിന്റെ സംഭാഷണത്തിനെതിരെ പ്രതിഷേധവുമായി കൊച്ചിയിലെ LDF കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. മുഹമ്മദ് ഷിയാസിന്റെ സംസാരം മോശമായ രീതിയിലായിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി KJ മാക്സിയും പറഞ്ഞിരുന്നു. പപ്പടം പോലെ പൊടിക്കുമെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല, എന്നെ തകർക്കുമെന്നാണ് ആ പറയുന്നത്. ആണുങ്ങളുമായി മത്സരിച്ചില്ലെന്ന് പറയുന്നതും ശരിയല്ല. ഞാൻ 2 തവണ മത്സരിച്ചതും കോൺഗ്രസിലെ പ്രധാന നേതാക്കളുമായാണ്. ആദ്യത്തെ ആൾ മുൻ മന്ത്രി കൂടിയായിരുന്നു, രണ്ടാമത്തെ ആൾ കൊച്ചിയുടെ മേയറായിരുന്നു. ഇത്തരം നിലവാരം കുറഞ്ഞ പരാമർശങ്ങൾ ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ലെന്നും KJ മാക്സി പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുന്ന വിധത്തിൽ ഒരു പരാമർശവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെല്ലാം ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. സ്വകാര്യ സംഭാഷണം എടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് CPMകാർ. പരാജയ ഭീതി കൊണ്ടാണ് ഇങ്ങനെ അവർ വിവാദമുണ്ടാക്കുന്നതെന്നും ഷിയാസ് എടുത്തു പറഞ്ഞു. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ മുഹമ്മദ് ഷിയാസുമായി അഭിമുഖ സംഭാഷണം നടത്തിയ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, കൊച്ചിയിൽ ഇപ്പോൾ താമസിക്കുന്ന ആൾ എന്ന രീതിയിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അത് കൃത്യമായി പൊതുജനങ്ങളുടെ മുന്നിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എന്താണ് സാറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇത് കണ്ടിട്ട് ചിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ടയില്ലാ വെടിയാണ് ഇവർ ഇപ്പം ചെയ്യുന്നത്. ഉണ്ടയില്ലാത്ത വെടി ഇങ്ങനെ വെടിവെക്കുകയാണ്. കാരണം ഇത് ഞാനും മുഹമ്മദ് ഷിയാസും തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണമായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ പല ദിവസങ്ങൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ല. ഞാൻ പല സ്ഥലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുമായിട്ട് സംസാരിച്ച് അവരുടെ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏതാണ്ട് 140 മണ്ഡലങ്ങളിലും സാറ് വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ സഞ്ചരിക്കുകയും ഞാൻ ഓരോ സ്ഥലത്തെ നാടിമിടിപ്പ് അറിയുകയും അതിന്റെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ മുഹമ്മദ് ഷിയാസിനെ എനിക്ക് പല സന്ദർഭങ്ങളിൽ കിട്ടിയിരുന്നില്ല. കിട്ടിയ സമയത്ത് ഞാനും തിരക്കിലായിരുന്നു. അദ്ദേഹം വിളിക്കുന്ന സമയത്ത് ഞാൻ തിരക്കായിരുന്നു. തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം തിരക്കായിരുന്നു. അപ്പൊ കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹവും ഞാനും കൂടെയുള്ള ഒരു സ്വകാര്യ സംഭാഷണമായിരുന്നു ശരിക്കും അത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അത് ആധികാരികമായിട്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ റിവ്യൂ എന്നുള്ള രൂപത്തിൽ എടുക്കുകയും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെയും അതേപോലെ എറണാകുളം മണ്ഡലത്തിലെയും കേരളത്തിലെയും സ്ഥിതികൾ കൃത്യമായി വിശകലനം ചെയ്തിരുന്നു. അത് നല്ലൊരു ഇന്റർവ്യൂ ആയി മാറിയിരുന്നു. അത് ഞാൻ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ആദ്യ തുടക്കത്തിൽ സ്വകാര്യമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ, ഞാനും അദ്ദേഹവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനത് കട്ട് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എഡിറ്റർ പറഞ്ഞിരുന്നു. പക്ഷെ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് വന്നത്. ഇത് ഞാൻ പിന്നീട് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് എന്നെ ഒരു ദിവസം ഞാനും PD സതീഷിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം എടുത്തിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞത്, ഇങ്ങനെയുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ശരിയല്ല, അത് എനിക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ സംഭാഷണം കൃത്യമായി നോക്കുകയും ഇത് വന്നത് കൃത്യമാണ് VD സതീശൻ പറഞ്ഞാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഞാൻ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി. മാത്രമല്ല ഞാൻ അതിന് ക്ഷമാപണം പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ക്ഷമാപണം പറയുന്ന ഒരു ശീലമില്ല. കാരണം ഒരു വാർത്ത പ്രസിദ്ധിച്ചാൽ അത് ഉറച്ചു നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരാൾ പരസ്പരമുള്ള സ്വകാര്യ സംഭാഷണത്തിൽ അവരുടെ സൗഹൃദത്തിന്റെ ഭാഷ ഉപയോഗിക്കും. അതിന്റെ ഭാഷ പ്രകാരമാണ് അദ്ദേഹം എന്നോട് മുഹമ്മദ് ഷിയാസ് സംസാരിച്ചിട്ടുള്ളത്. അത് പറയുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
അദ്ദേഹം എന്നോട് VD സതീശൻ പറഞ്ഞൊരു കാര്യം, ഇത് വെച്ചിട്ട് ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള, മുഹമ്മദ് ഷിയാസിനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് എന്നെ പലരും ഈ കാര്യം അറിയിക്കുകയും ആ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ തന്നെ എനിക്ക് കിട്ടുകയുണ്ടായി. ഞാൻ അത് വെച്ചിട്ട് ആ സംഭാഷണം അടങ്ങിയ ഭാഗം തന്നെ വെച്ചിട്ട് കൃത്യമായി ഞാൻ ഫുൾ വീഡിയോ, കട്ട് ചെയ്ത വീഡിയോ പ്രസിദ്ധീകരിച്ച് ഇത് സ്വകാര്യ സംഭാഷണത്തിന്റെ ഭാഗമാണെന്നും അതിൽ ക്ഷമാപണം നടത്തുമെന്നും ഞാൻ വീഡിയോ ചെയ്തു. എന്നിട്ടും ഞാൻ പിന്നെ കണ്ടതെന്താണ്, നമ്മുടെ ദീപ്തി മേരി വർഗീസ് ഇത് സ്ത്രീത്വത്തിനെതിരെയുള്ള പരാമർശമാണെന്ന് പറഞ്ഞിട്ട് ഒരു 24 ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തത് കണ്ടു. എനിക്കതിൽ വലിയ രോഷമുണ്ടാകുകയും ഞാൻ ആ ദീപ്തി മേരി വർഗീസിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. എന്തായാലും ആ സംഭാഷണം ഒന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ സംഭാഷണമാണ് ഇതിന് ആസ്പദമായ കാര്യം. അപ്പം ഈ സംഭവത്തിൽ മുഹമ്മദ് ഷിയാസ് നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാനും മുഹമ്മദ് ഷിയാസ് അല്ലെ വേറെ ആളുമായിട്ട് സ്വകാര്യ സംഭാഷണത്തിൽ നമ്മുടെ സൗഹൃദത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ മെറിറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ പറയും. അതിപ്പോൾ മാക്സി എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി വേറൊന്നും കിട്ടാത്തത് കൊണ്ട് ഇതെടുത്തും മുഹമ്മദ് ഷിയാസിനെതിരെ പ്രയോഗിക്കുന്നു എന്ന് പറയുന്നത് നാണമില്ലേ എന്നാണ് മാക്സിക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല സാറേ, ജനാധിപത്യപരമായ രീതിയിൽ മത്സരം നടക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥികളോട് പറയുന്ന ചില മത്സര രംഗത്ത് പറയുന്ന ചില വീറും വാശിയോട് കൂടിയ ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഈ പത്രം വായിച്ചപ്പോൾ ഇതിൽ പരാമർശിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പപ്പടം പോലെ പൊടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിലടിച്ച പൂക്കൽ പോലെ തല ചിന്നിച്ചിതറിക്കും എന്നൊന്നുമല്ലല്ലോ പറഞ്ഞത്. പപ്പടം പോലെ പൊടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ തറപറ്റിക്കും എന്ന് മാത്രമല്ലേ അതിലൂടെ ഉദ്ദേശിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ആണുങ്ങളുമായി ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ള പരാമർശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കൂ സാർ, ഇരട്ടച്ചങ്കൻ അല്ലെങ്കിൽ കാരണഭൂതൻ, കടലിന് മീതെ പറക്കുന്ന കഴുകൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആണൊരുത്തനാണ്, എനിക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട്, ചങ്കുറ്റമുണ്ട്, എനിക്ക് നാടിനെ നയിക്കാനുള്ള വൈഭവമുണ്ട് എന്ന് മുഹമ്മദ് ഷിയാസ് ആ അർത്ഥത്തിൽ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ മാക്സി അത്രത്തോളം വലിയ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന രീതിയിലായിരിക്കും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അല്ലാതെ കല്ലിലടിച്ച പൂക്കൽ പോലെ തല ചിന്നിച്ചു തെറിക്കും എന്ന് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. പപ്പടം പോലെ പൊടിക്കും പറഞ്ഞാൽ തൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ തറ പറ്റിക്കും, ഇതെല്ലാം എല്ലാവരും പറയുന്നത്. പൊട്ടിക്കും 8 നിലയിൽ പൊട്ടിക്കും എന്നൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമ്മൾ കേൾക്കാറുള്ളതാണല്ലോ. ഇന്ന് മാതൃഭൂമിയിൽ പത്രത്തിൽ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇതിലെന്താണ് അസഭ്യമായിട്ടുള്ളത്? അതായത് TP ചന്ദ്രശേഖരനെ 52 വെട്ടി കൊല ചെയ്യുന്നത് പോലെ എന്നായിരിക്കും അവര് ചിന്തിക്കുന്നത്. അവർക്ക് അതല്ലേ തലയിൽ കയറുള്ളൂ. കാരണം പിണറായി വിജയനും അതേപോലെ CPM ആളുകളൊക്കെ തന്നെ അതേപോലെയുള്ള രീതികളല്ലേ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ മുഹമ്മദ് ഷിയാസ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് ഇലക്ഷനിലെ വീറും വാശിയെ കുറിച്ച് മാത്രമാണ്. അതിന്റെ ഒരു താരതമ്യപരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഷ സാധാരണ സ്റ്റൈലുണ്ട്. അത് പ്രകാരം എന്നോട് പേഴ്സണലായി സംസാരിച്ച ഒരു കാര്യം മാത്രമാണ്. ആ പേഴ്സണൽ അല്ല എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ അംഗീകരിച്ചിട്ടില്ല. പേഴ്സണൽ ആണ്, അത് കൃത്യമായി ഞാൻ സംഭാഷണത്തിൽ ആദ്യം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ ഇന്റർവ്യൂ എടുക്കുകയാണ് അല്ല ബൈറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കയറിപ്പാടെ സംസാരിക്കുന്ന അതേപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് വന്നൊരു പിശക് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് പോലെ അദ്ദേഹം വിനയത്തോടു കൂടി പറഞ്ഞ ആ ഭാഗത്തെ മറ്റുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു. അത്ര പോലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലും പോറലേൽക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ചെയ്ത് മാപ്പ് പറഞ്ഞൊരു കാര്യത്തെ അത് ഏറ്റെടുത്ത് പിന്നെ ഇതുപോലെ ചർച്ചാ വിഷയമാക്കുന്ന മാക്സിയുടെ നിലപാട് പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ, പരസ്പരം അംഗീകരിക്കാത്ത മനസ്ഥിതി, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അഹംഭാവവും അതേപോലെ ധിക്കാരവും കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലും പിടിവള്ളി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കയറി കളിക്കുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ മാക്സി കാണിക്കുന്നത്. മാക്സിക്ക് കഴിഞ്ഞ 2 തവണയായിട്ട് വിജയിച്ചിട്ടുള്ള സ്ഥലത്ത് ഇപ്രാവശ്യം മുഹമ്മദ് ഷിയാസ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് വന്നിരിക്കുന്നു. അപ്പോൾ തോൽക്കുന്നതിന് കാരണമായിട്ട് ഇലക്ഷന് ശേഷം നടന്ന ഈ സംഭാഷണമെങ്കിലും കാരണമാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് മാക്സി ഇപ്പോൾ ഇത് വെച്ച് അഭ്യാസം കാണിക്കുന്നത്. അല്ല, അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ഈ പരനാരി പ്രയോഗമോ കുലംകുത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറ്റത്തരോ ഒന്നും അതിന്റെ അടുത്തേക്കൊന്നും ഇത് എത്തുന്നില്ല സാറേ. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കാരണവശാലും ഇത് ഇപ്പൊ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വിട്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ആക്ഷേപം ആരോപണമെങ്കിൽ തീർച്ചയായും ഇതിൽ എന്താണ് പറയാനുള്ളത്?
ഭാഷയിൽ പ്രയോഗിക്കുന്ന ചില പദങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതായത് എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ വെല്ലുവിളിക്കുന്നു, അത് രാഷ്ട്രീയ ഗോതയിൽ ഏറ്റുമുട്ടുമ്പോൾ പരസ്പരം ആദർശപരമായ ആശയപരമായ ഒരു ഏറ്റുമുട്ടലാണല്ലോ നടക്കുന്നത്. ആ രീതിയിൽ പറയും ഞാൻ പപ്പടം പോലെ പൊടിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊട്ടിക്കും, 8 നിലയിൽ പൊട്ടിക്കും, പപ്പടം പോലെ പൊടിക്കും എന്ന് പറഞ്ഞാൽ താങ്കളെ തോൽപ്പിക്കും എന്ന് തന്നെയല്ലേ അതിന് മാന്യമായ സഭ്യമായ ഒരു അർത്ഥം കൽപ്പിക്കേണ്ടതുള്ളത്. അല്ല, പിണറായി വിജയൻ ജി സുധാകരനെ ചെറ്റ എന്ന് വിളിച്ച അത്ര എന്തെങ്കിലും കാര്യം പരസ്യമായി ചെറ്റ എന്നാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇലക്ഷൻ കഴിയുന്നവർ ഇങ്ങനത്തെ സംഭാഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാർ, ഇന്നിപ്പോൾ ഈ മാതൃഭൂമിയിൽ പത്രത്തിൽ വന്ന വിഷയമാണ് ഇതിൽ സംസാരിച്ചതെങ്കിൽ ഇത് സാധാരണ ബൗദ്ധിക നിലവാരം, ശരാശരിക്കാരന് ബൗദ്ധിക നിലവാരമുള്ള ഒരാൾ വായിക്കുമ്പോൾ എന്താണ് ഒരു സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയോട് പറയാവുന്ന ഒരു കാര്യം മാത്രമല്ല. എം.എം. മണി ഉപയോഗിക്കുന്ന ഭാഷയൊന്നും ഉപയോഗിച്ചിട്ടില്ല. എം.എം. മണി പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പെമ്പിളെ വരുമ്പോൾ അവിടെ തേയിലക്കാട്ടിൽ പിന്നെ അവിടെ ഞാനിപ്പോൾ സാറിനോട് പറയുന്നത് സാറിനോട് ബഹുമാനം കാരണം എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതിലെന്താണ് ഒരു സ്ഥാനാർത്ഥി മറ്റു എതിർ സ്ഥാനാർത്ഥിയെ ആശയപരമായി ആദർശപരമായി എതിർക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പപ്പടം പോലെ പൊട്ടിക്കും, ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് സ്ത്രീത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയായിട്ടൊക്കെ എങ്ങനെയാണ് ദീപ്തി മേരി വർഗീസ് മനസ്സിലാക്കുന്നത്? ദീപ്തി മേരി വർഗീസ് അവിടെ ഷിയാസിനെ തോൽപ്പിക്കാൻ വേണ്ടി ചില പണികളൊക്കെ എടുത്തു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അല്ല, ദീപ്തി മേരി വർഗീസ് നേരത്തെ പോസ്റ്റർ അടിച്ച് വെച്ചിരുന്നതാണല്ലോ. അത് അങ്ങനെ ചില വിഷയങ്ങൾ കൂടി ഇതിലുണ്ടല്ലോ. അപ്പൊ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി അവിടെ ഷിയാസ് തോൽക്കണം, എന്നാല് ഒരു തിരിച്ചടി കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ചില കളികളൊക്കെ നടത്തി എന്നുള്ളത് നേരത്തെ കേട്ടുള്ള കാര്യമാണ്. ഇവിടെ ദീപ്തി മേരി വർഗീസിന് എന്നെ വിളിച്ചു ചോദിക്കാമായിരുന്നു, മുഹമ്മദ് ഷിയാസിനെ വിളിച്ചു ചോദിക്കാമായിരുന്നു. പകരം പത്രക്കാർ ചോദിച്ച പാടിന് അതിന് മറുപടി എന്താണെന്ന് പറയുന്നതിന് പകരം ഇവർ രണ്ടുപേരോടൊന്ന് ഞാൻ ചോദിക്കട്ടെ, എന്താണ് സത്യാവസ്ഥ ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മര്യാദയായിരുന്നു. കാരണം അവരൊരു കോൺഗ്രസിന്റെ നേതാവാണ്. നാളെ അവർ MP ആയിട്ട് അല്ലെങ്കിൽ MLA ആയിട്ടും അല്ലെങ്കിൽ സമുന്നത സ്ഥാനത്തേക്ക് വരേണ്ട ആളാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെ പത്രക്കാരോട് ഇത്തരത്തിൽ മോശമായ സ്ത്രീത്വത്തിനെതിരായ സംസാരമാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് എന്ന് പറയുന്നത് അവരുടെ വില കുറയ്ക്കുന്നു അല്ലാതെ വേറൊന്നും ഉണ്ടാവുന്നില്ല. സാറ്, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാധ്യമപ്രവർത്തനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ UDF അനുകൂലമായ രീതിയിലൊരു വിധിയെഴുത്ത് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി വിവാദം പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. അതായത് കോൺഗ്രസിന് UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള വിവാദങ്ങൾ കോൺഗ്രസിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ഥാപിത താല്പര്യക്കാരുടെ അജണ്ട അനുസരിച്ച് ചില വാർത്തകൾ പുറത്തു വരുന്നു. അത്തരത്തിലുള്ളൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ ഇത്തരം ഒരു വാർത്ത ചമച്ചുവിടുന്നതെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായും മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സമുന്നതനായ എറണാകുളത്തെ നേതാവാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ അദ്ദേഹം പ്രസിഡന്റ് ആയ ശേഷം എറണാകുളം കോൺഗ്രസ് ജില്ലാ കോൺഗ്രസിനുണ്ടായ ഉണർവും പ്രവർത്തനവും പോരാട്ടവും എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പരസ്യമായി പല പൊതുവിഷയങ്ങളും ഏറ്റുമുട്ടി, പോലീസിനോട് പോലും ഏറ്റുമുട്ടി പ്രവർത്തകർക്ക് ആവേശം കൊടുത്തുള്ള അദ്ദേഹത്തെ തളർത്തേണ്ടത് പലർക്കും ആവശ്യമാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ കരുതാൻ. കിട്ടുന്ന അവസരത്തിൽ ഒന്നും കിട്ടാതെ വരുമ്പോൾ കിട്ടുന്ന പിടിവള്ളിയിൽ കയറി അഭ്യാസങ്ങൾ കാണിക്കുക, എന്നിട്ട് മലർന്നടിച്ച് വീഴുക അല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോണില്ല. മാക്സി അതേപോലെ ദീപ്തി മേരി വർഗീസ് സ്വയം നാറുകയല്ലാതെ ഇതിനകത്ത് ഷിയാസിന് ഒരു അബദ്ധവും വരുന്നില്ല, അദ്ദേഹത്തിന് കോട്ടവും ഉണ്ടാകാൻ പോണില്ല. മാത്രമല്ല ഷിയാസ് അങ്ങനെ ഒരു സംഭാഷണം അദ്ദേഹം ഇന്റർവ്യൂ എന്ന രൂപത്തിൽ എനിക്ക് തന്നിട്ടുമില്ല. അത് സ്വകാര്യമായ ഞങ്ങളുടെ സംഭാഷണം ഞാൻ പ്രസിദ്ധീകരിച്ചത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലാതെ വെറുതെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതല്ല. അത് അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ്, ഞാൻ ഇന്റർവ്യൂ ആയി ചോദിച്ചിട്ടല്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ ഇന്റർവ്യൂ ആയിട്ട് എന്ന് പെർമിഷനോട് കൂടിയിട്ട് ചെയ്തതല്ല. എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ ഗൗരവമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചുള്ളത്. അതിന് അദ്ദേഹം വേറൊന്നും പറയില്ല, അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ല എന്ന് ധരിച്ചുകൊണ്ട്. അത് എൻ്റെ അവകാശമല്ല സത്യത്തിൽ, അത് അദ്ദേഹം തരുന്ന ഒരു ഔദാര്യമായി മാത്രമേ ഞാൻ കാണാൻ പറ്റുള്ളൂ. ഒരാളുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവരുടെ പെർമിഷൻ ഉണ്ടാവണം, അത് കൃത്യമായി ചോദിച്ച് അത് അറിഞ്ഞിട്ട് വേണം എടുക്കേണ്ടത് എന്നുള്ളത് തെറ്റിച്ചിട്ടാണ്, എൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് മാപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ കയ്യിലിരിക്കുന്ന നഷ്ടമാകും എന്ന് പറയുമ്പോൾ ചില ആളുകൾ കാണിക്കുന്ന ചില കൊതിക്കറിവായി വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.